ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 31.6 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. 24,071.30 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് കഴിഞ്ഞ 2 ദിവസത്തെ സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശേഷം ഇന്നൊരു ട്രെൻഡിങ് ഡേ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് ട്രേഡിംഗ് ഉള്ളത്. വെള്ളിയാഴ്ച മുഹറത്തിന് മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. 4 ഡേ വീക്ക് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. 24,071 ലെവലിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2:50 ശേഷം ലോയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം നമുക്ക് പുട്ട് ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡേ ഹൈയിലേക്ക് പുട്ട് ഓപ്ഷൻ വരുമെന്നുള്ളൊരു വ്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. ഡേ ലോയിലേക്ക് കോൾ ഓപ്ഷൻ വരുമെന്നുള്ള വ്യൂ. അപ്പോൾ അത് ഇന്ന് ആണ് വന്നിട്ടുള്ളത്. എക്സ്പയറി ഡേ കൂടിയാണ് ഇന്ന്. $23,900 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 150. ഓക്കെ, ആ ഒരു സ്ട്രൈക്ക് പ്രൈസും 23,950 സ്ട്രൈക്ക് പ്രൈസ് 110 ലെവലിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ 24,100 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 70. ഓക്കെ, ഇപ്പോൾ 24,200 നമുക്ക് നോക്കാം. യെസ്, അതൊരു 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. $24,250 പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അറൗണ്ട് 200 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രൈക്ക് പ്രൈസ് ഒരു ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ്, അതുപോലെ തന്നെ ഒരു അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് നിഫ്റ്റി. ഇപ്പോൾ ഇന്നലത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബൈയിങ് പ്രഷർ ഒരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എൻട്രി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഡയറക്ഷണൽ ട്രേഡ് ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നൊരു ട്രെൻഡിങ് ഡേ വരാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ 2 ദിവസവും സൈഡ് വേസ് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ഇന്നലെയും ഒരു സൈഡ് വേസ് ആയിരുന്നു. കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിച്ചു. ചെറിയ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ ഗ്യാപ്പാണ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുള്ളത്. ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഫോളോ ആവുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്ഷൻ കൺഫേം ആയതിനു ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ നല്ലൊരു ഫോള് വന്നിട്ടുണ്ട്. പിന്നെ 24,130 ലെവൽ, ആ ഒരു ലെവൽ വന്നു.
ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കപ്പിൾ ഓഫ് ട്രേഡ്സ് എടുത്തു. അപ്പോൾ വളരെ പെട്ടെന്നായതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. 24,200 1 ലോട്ട് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എൻട്രിയിൽ അത്യാവശ്യം പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ എൻട്രിയിൽ ചെറിയ പോയിൻറ്റ്സ് മാത്രമാണ് ബുക്ക് ചെയ്യാൻ പറ്റി, ചെറിയ പ്രോഫിറ്റ്. 1.9K പ്രോഫിറ്റിലാണിപ്പോൾ. അപ്പോൾ ഇനി ഒരു 24,000 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു പുൾ ബാക്ക് 24,000 വരികയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു സെല്ലെടുക്കാമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോളാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത എൻട്രി എടുക്കാനായിട്ട് ഒരു പുൾ ബാക്കിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഇത്രയും ഫോളായി കഴിഞ്ഞു. അപ്പോൾ ഡേ ലോ ലെവൽ ഉണ്ട് ഇവിടെ. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഷാർപ്പായിട്ടാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് 24,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാം. 24,950 ലെവൽ 940 ലെവലും അതുപോലെ തന്നെ 23,870 ലെവലൊക്കെയാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. ഇപ്പോൾ പുൾ ബാക്കിന് ശേഷം എൻട്രി ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശേഷം ഇന്നൊരു നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഈ ഒരു ഡേ ലോ ലെവൽ അതൊരു 900 ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. 870 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. ആ ഒരു ലെവലിലേക്ക് വരുമോ നോക്കാം. പുൾ ബാക്കിന് ശേഷം എൻട്രി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. ആസ് ഓഫ് നൗ 1.9K ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്ര പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നല്ല ട്രേഡ്സ് വരികയാണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. 950 ലെവൽ ഒരു പുൾ ബാക്ക് വരുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 23,953.60 ആണ് ഇതുവരെയുള്ള ഡേ ലോ. പുൾ ബാക്ക് വരികയാണെങ്കിൽ ഒരു എൻട്രി ഇവിടെ നമുക്ക് 24,150 150 ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. 1 ലോട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 40 പോയിൻറ്റ്സോളം ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടും. ഒരു ലിമിറ്റ് ഓർഡർ 150 ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 1.9K പ്രോഫിറ്റിലുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഹയർ ലെവൽസിൽ എടുത്തു കഴിഞ്ഞാലും ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കുറച്ച് മൂവ്മെൻറ്റ് വന്ന് കഴിഞ്ഞത് കൊണ്ട് ഇനി ആ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 10-20 പോയിൻറ്റ്സ് എന്തായാലും ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ തന്നെ കിട്ടും. ഓൾറെഡി ഇത് 190 വന്നു കഴിഞ്ഞു. 24,150 ഇപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്കിനുള്ള ചാൻസസ് ഉണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 24,000. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 24,050 പുട്ട് ഓപ്ഷൻ 139.7 140 ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ബ്രേക്ക് ഔട്ടാണ് വന്നിട്ടുള്ളത്. 23,940 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്കാണ് ഫോൾ ആയിട്ടുള്ളത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഫോൾ ടുവേർഡ്സ് 850 ലെവലിലേക്ക് വരുന്നത് ഒരു പക്ഷേ കാണാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ്. മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം അത് മിസ്സാവാതിരിക്കാനുള്ളൊരു എൻട്രി എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഡർ 150 വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി 225 വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വരികയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ആവറേജിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഹയർ ലെവൽസിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം റൈഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ സ്കെയിൽ ചെയ്യാം, പിരമിഡ് ചെയ്യാം, നമുക്ക് കൂടുതൽ ലോട്ട്സ് ആഡ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ ഇത് എങ്ങനെയാണ് റൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആസ് ഓഫ് നൗ 140 ആണ്. ഒരു ബ്രേക്ക് ഔട്ട് ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 150 അത് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ
ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രീവിയസ് 15 മിനിറ്റ്സിൽ. അഗൈൻ ഒരു റീടെസ്റ്റ് വന്നപ്പോൾ ആ ഒരു പൊസിഷൻ ജസ്റ്റ് ഒന്ന് ആവറേജ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്ത് 270 റുപ്പീസ് ലോസിലാണ് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയത്. 24,050 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമ്മളത് 120 5 നമ്മൾ എക്സിറ്റ് ചെയ്തു. എന്തായാലും ഇനി നമുക്ക് 24,000 ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ സെല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24,000 വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സെല് ചെയ്യാം. എന്നിട്ട് ഡേ ലോ ലെവൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വൺസ് ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാം. ലോവർ ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് 24,000 അതിനുശേഷം വരും. ആ ഒരു സമയത്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മുടെ പൊസിഷൻ 0 പൊസിഷൻസാണ് ഇപ്പോൾ. 1.6K പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോവർ ലോ വരാനുള്ള ഒരു മൂവ്മെൻ്റാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,870 ലെവലിലേക്ക് വന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സപ്പോർട്ട് ലെവൽ. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ 23,900 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട് 23,870 ലെവൽ. അപ്പോൾ ഇനി ഒരു 24,000 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻട്രി ഉള്ളൂ. ഓൾറെഡി സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് 24,000 എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനാണ് ചാൻസ്. വരികയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആസ് ഓഫ് നൗ 1.6K പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത്, ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.